ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ടി വി, ഫയർ സ്റ്റിക്ക്, അതേപോലെ ടി വി ബോക്സിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രീ ആപ്സുകൾ ഏതൊക്കെയാണ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലൈവ് സ്പോർട്സ് കാണാനാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ക്രിക്ക് 5 അതേപോലെ സ്പോർട്സ് എക്സും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. നമുക്ക് ഗൂഗിളിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീ OTT പ്ലാറ്റ്ഫോം ആപ്സ് ഏതൊക്കെയാണ്. ഫ്ലിക്സ്, കാസ്റ്റിൽ, നെറ്റ് മിറർ, ഫ്ലിക്സ് വിഷൻ. ഈ 4 ആപ്പ് നിങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ലേറ്റസ്റ്റ് മൂവീസും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ APKയുടെ ഫയൽ അല്ലെങ്കിൽ ലിങ്ക് തരാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീ ലൈവ് TV ആപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോഡ് ആവശ്യമില്ലാതെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽസ് അതേപോലെ മൂവീസൊക്കെ കാണാൻ പറ്റുന്ന ആപ്പ്. അത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ VUV ആണ്. അത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ VUV IPTV പ്ലെയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. രണ്ടാമത്തത് ലൈവ് നെറ്റ് TV എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഈ 2 ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കോഡും കൊടുക്കാതെ തന്നെ ജസ്റ്റ് ഇൻസ്റ്റാൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് TV മറ്റ് കണ്ടൻസും കാണാൻ പറ്റും. ഈ ലൈവ് നെറ്റ് TV എന്ന് പറയുന്ന ആപ്പ് വിൻഡോസിലും ആൻഡ്രോയിഡിലും ഫയർ സ്റ്റിക്കിലും ഒക്കെ ലഭ്യമാണ് കേട്ടോ. ജസ്റ്റ് ഗൂഗിളിൽ ലൈവ് നെറ്റ് TV എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് APK ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫ്രീ മീഡിയ സ്ട്രീമിംഗ് ആപ്പാണ്. ഇതിൻ്റേതായിട്ടുള്ള റെപ്പോസിറ്ററീസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലാണ് വർക്ക് ചെയ്യുള്ളൂ. ഇത് ആൻഡ്രോയിഡിലും അതേപോലെ iOSലും അവൈലബിൾ ആണ്. ഈ ആപ്പുകളൊക്കെ എങ്ങനെയാണ് റെപ്പോസിറ്ററി സെറ്റപ്പ് ചെയ്യേണ്ടതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ മറ്റു വീഡിയോകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്മാർട്ട് TVയിൽ സപ്പോർട്ട് ചെയ്യുന്ന IPTV പ്ലെയറാണ്. SSIPTV എന്നാണ് ആപ്പിൻ്റെ പേര്. ഇത് എല്ലാ സ്മാർട്ട് TVയിലും സപ്പോർട്ടല്ല. ചില LG അതേപോലെ സാംസങ് ഒക്കെ സ്മാർട്ട് TVയിൽ, ആൻഡ്രോയിഡ് അല്ലാത്ത TVയിൽ ഈ ആപ്പ് സപ്പോർട്ട് ചെയ്യും. ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. കുറച്ച് പണിയുണ്ട്. M3 ഫയൽ ഈ ആപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് വിശദമായിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ആപ്പ് പരിചയപ്പെടുത്തിയത് മാത്രം. അപ്പോൾ TV മേടിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് TV മേടിക്കാൻ ശ്രമിക്കുക. WebOS ഒന്നും ഒരിക്കലും മേടിക്കരുത്. അതിലെ ആപ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവ്. ഒറ്റ ഒരു ആപ്പ് മാത്രമാണ് ഫ്രീ ആയിട്ട് നമുക്ക് WebOSലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, SSIPTV. അതും ആൻഡ്രോയിഡ് IPTV പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. IPTV ആപ്പുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ IPTV ആപ്പുകൾ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തായിരുന്നത്. ഞാനിപ്പോൾ ഇതിൽ കാണിച്ച ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇൻസ്റ്റാളേഷൻ സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാവുന്നതാണ്.